നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം നിവർത്തി സ്ഥാനത്ത് 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുള്ള ഒരു സമയമാണ്. അതുകൊണ്ടൊക്കെ വളരെ കാര്യങ്ങളൊക്കെ അനുകൂലമായ രീതിയിൽ വരാൻ യോഗമുണ്ട്. എന്നാൽ പോലും 4ാം ഭാവത്തിൽ ശനിയാണ്. അതുകൊണ്ട് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക എന്ന് പറയുന്നൊരു അവസ്ഥയ്ക്ക് യോഗം കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് പൂർവ്വപുണ്യ സ്ഥാനാധിപതിയാണെങ്കിലും ദുരിതഭവനാധിപതിയായിട്ട് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്നിരിക്കുന്നതും ഭാഗ്യക്കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. 4 പേര് അറിയപ്പെടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയം കൂടിയാണ്. അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് നിപുണായോഗം ചെയ്ത്. അപ്പം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം സംസാരം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ യോഗമുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. സഹായികൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ അവരുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരാനും സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് മകരക്കൂറാണ്. അപ്പോൾ മകരക്കൂറുകാർക്ക് 6ാം ഭാവത്തിലാണ് സർവേശ്വരകാരകൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവാധീനം കുറച്ച് കുറവാണ്. ഭാഗ്യാധിപതി പക്ഷേ നിവർത്തി സ്ഥാനത്തുണ്ട്. അത് കാരണം കൊണ്ട് ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നിപുണായോഗം ചെയ്ത് നിൽക്കുന്നവർ നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം അനുഭവിക്കാനും യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, വീട് വിട്ട് നിൽക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ വീടുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ വഴിയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. കാരണം അഷ്ടമത്തിൽ ഭാവാധിപതി ബാധകാധിപതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. സാമ്പത്തികമായ കുറച്ച് ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉള്ള സമയമാണ്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന സഹായം ചിലപ്പോൾ കിട്ടില്ല. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിന് ഈ വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് നല്ലതാണ്. ദോഷങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിലാണ് ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ കർമാധിപതി ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല മാനസികമായിട്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനും നേരം പോക്കിനും ഒക്കെയുള്ള സമയം കൂടിയാണ്. 7ാം ഭാവത്തിൽ ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ സൂര്യനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര ഒരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ മുഖാന്തരം മാനസിക ടെൻഷനും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് അത് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നല്ല പ്രാർത്ഥന. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.